السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഹിജറ വർഷത്തിലെ 8ാമത്തെ മാസം ശഅബാൻ, റമളാനിൻ്റെ തൊട്ട് മുമ്പത്തെ മാസമായ ശഅബാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഓരോ സാഹചര്യങ്ങളും കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. റജബ് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായം വളരെ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ എത്തി നിൽക്കുന്ന ശഅബാനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ശഅബാൻ മാസത്തിൻ്റെ ദിവസങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം കണ്ടിട്ടുണ്ട്. എന്നാൽ പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമല്ല, അതായത് 4 പവിത്ര മാസങ്ങൾ എണ്ണിയപ്പോൾ അതിൽ ശഅബാൻ മാസത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും ഈ മാസത്തിന് അതിൻ്റേതായ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട്. മാത്രമല്ല, ഈ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ അനിവാര്യമായും നമ്മൾ അറിയുകയും ഇതിൻ്റെ പ്രത്യേകതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്ത കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ മാസത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ദുരാചാരങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്യുക എന്നതാണ്
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വീകരിക്കേണ്ട സമീപനം. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ അവസരത്തിലൂടെ ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഈ മാസത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ദുരാചാരങ്ങൾ, അനാചാരങ്ങളായി ഇന്ന് സമൂഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കുകയും ചെയ്യാൻ പര്യാപ്തമായ ചില വിശദീകരണങ്ങളാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ശഅബാൻ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മഹത്വമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ മാസത്തിൽ നോമ്പെടുക്കുക എന്നത് തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായ നിലക്ക് നോമ്പെടുത്തത് റമളാൻ മാസത്തിലായിരുന്നു. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസത്തിൽ ഭൂരിഭാഗം, അതല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ മിക്ക ദിനങ്ങളിലും ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമായി കണക്കാക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ പഠിപ്പിച്ചു തന്നത്, സ്വഹാബത്ത് സാക്ഷ്യമായി നമുക്ക് പറഞ്ഞു തരുന്നത് നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന ശഅബാൻ മാസത്തിലാണ്. പക്ഷേ ഈ സംഗതി പലപ്പോഴും സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം മനസ്സിലാക്കാറില്ല, മനസ്സിലാക്കിയവർ തന്നെ ആചരിക്കാറുമില്ല. സ്ഥിരപ്പെടാത്ത നോമ്പിൻ്റെ പിന്നാലെ ഓടുകയും അത് ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കണിശത വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ശഅബാൻ മാസത്തിൽ പുണ്യമായി പഠിപ്പിച്ച, അതല്ലെങ്കിൽ ശഅബാൻ മാസത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ച സുന്നത്തായ നിലക്ക് പഠിപ്പിക്കപ്പെട്ട നോമ്പുകൾ അതിനെ സംബന്ധിച്ച് അശ്രദ്ധരാകാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മറ്റുള്ളവരെക്കാളെല്ലാം കൂടുതലായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ള അവസരമാണല്ലോ അവിടുത്തെ പത്നിമാർക്കുണ്ടായത്. ആ പത്നിമാരിൽ ഒരാളായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമളാൻ വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്തറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടില്ല, ഇസ്തക്മല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമളാന, ഒരു മാസത്തിൽ 30 ദിനങ്ങളിലും പൂർണ്ണമായ നിലക്ക് നോമ്പെടുക്കുന്നത് റമളാനിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു ഫീ ശഹ്രിൻ അക്തറ മിൻഹു സിയാമൻ ഫീ ശഅബാന, എന്നാൽ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ശഅബാൻ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടത്. അപ്പോൾ ശഅബാൻ മാസത്തിൽ നമുക്ക് കൂടുതൽ ദിവസങ്ങളിൽ നോമ്പെടുക്കാം, സുന്നത്തായ കാര്യമാണ്. ഇനി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്ന, അദ്ദേഹം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, ലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, അല്ലാഹുവിൻ്റെ ദൂതരെ, ശഅബാൻ മാസത്തിൽ അങ്ങ് കൂടുതൽ ദിവസങ്ങളിലും നോമ്പെടുക്കുന്നുണ്ടല്ലോ, ഇതുപോലെ മറ്റു മാസങ്ങളിലൊന്നും അങ്ങ് നോമ്പെടുക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ദൂതരെ ശഅബാൻ മാസത്തിൻ്റെ മിക്ക ദിനങ്ങളിലും നിങ്ങൾ നോമ്പെടുക്കുന്നത്? അതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അതിൻ്റെ കാരണം പറയുകയാണ്, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വറമളാൻ. ആ മാസം, ശഅബാൻ മാസം എന്തുകൊണ്ടാണ് നോമ്പെടുക്കുന്നതെന്നോ, വരാനിരിക്കുന്ന റമളാനിൻ്റെയും കഴിഞ്ഞുപോയ റജബിൻ്റെയും ഇടയിലുള്ള ശഅബാൻ, ആ മാസത്തിൽ അധിക ജനങ്ങളും അശ്രദ്ധരായി പോകുന്ന കാലമാണ്. ഇനി റമളാൻ വരാനുണ്ടല്ലോ നോമ്പെടുക്കാൻ എന്ന് വിചാരിച്ച് ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന കാലമാണ് ശഅബാൻ. അതുകൊണ്ട് ആ ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ശഅബാനിൽ നോമ്പെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഒന്നാമത്തെ കാരണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ കാരണമായി പറഞ്ഞത്, വഹുവ ശഹ്റുൻ
തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. മനുഷ്യരുടെ അമലുകൾ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ശഅബാൻ മാസം. ശഅബാൻ മാസത്തിലാണ് മനുഷ്യരുടെ കർമ്മങ്ങളെല്ലാം റബ്ബിൻ്റെ അടുക്കൽ അവതരിപ്പിക്കപ്പെടുന്നത്. നാം ചെയ്യുന്ന അമലുകളൊക്കെ ഓരോ വർഷത്തിലും ഉയർന്നു പോകുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകൾ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഈ രണ്ട് കാരണങ്ങളാണ് ശഅബാൻ മാസത്തിൽ കൂടുതൽ നോമ്പെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഹദീസിൽ നമുക്ക് കാണാം. മഹാനായ ഇമാം നസായി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ എന്തു മനസ്സിലായി സഹോദരങ്ങളെ? ഈ മാസത്തിന് പ്രത്യേകതയുണ്ട്. ഈ മാസത്തിൽ നോമ്പ് സുന്നത്താണ്. അത് നമുക്ക് പഠിപ്പിച്ചു തന്നത്, മാതൃക കാണിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. പണ്ഡിതന്മാർ ഈ ഹദീസുകളെ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ട് അവർ പറയുന്നു, രണ്ട് കാരണങ്ങൾ ഹദീസിൽ പറഞ്ഞ കാരണങ്ങളും മൂന്നാമതൊരു കാരണം പണ്ഡിതന്മാരും ഈ മാസത്തിൽ നോമ്പെടുക്കാനുള്ള കാരണങ്ങളായി പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞില്ലേ, അധികം ആളുകളും ശ്രദ്ധയില്ലാതെ അശ്രദ്ധയിൽ കഴിയുന്ന കാലമാണ് ശഅബാൻ. ജനങ്ങൾ ശ്രദ്ധിക്കാത്ത അതല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ കഴിയുന്ന സന്ദർഭത്തിൽ അമൽ ചെയ്യുക എന്നത് ഇസ്ലാമിൽ വളരെ പുണ്യമുള്ള സംഗതിയാണ്. ജനങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത സമയത്ത്, ജനങ്ങളൊക്കെ അശ്രദ്ധയിലായ സമയത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പരിഗണനീയമാണ്. അതിന് സമാനമായ ഈ നിലക്കുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സ്വലാത്തി ബഅദസ് സ്വലാത്തിൽ മക്തൂബ അസ്സലാത്തു ഫീ ജൗഫിൽ ലൈൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിർബന്ധ നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നമസ്കാരം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിസ്കരിക്കുന്ന രാത്രി നമസ്കാരമാണ്. എന്തുകൊണ്ടാണ് രാത്രി നിസ്കാരത്തിന് ഇത്ര ഫളലുണ്ടാകാൻ കാരണം? ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരാണ്, ജനങ്ങളൊക്കെ അശ്രദ്ധയിലായ സമയമാണ്. അതാണല്ലോ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചത്, സല്ലൂ വന്നാസു നിയാം. നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകണോ? ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന നേരം അശ്രദ്ധയിലാണ്. ആ നേരത്ത് നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിച്ചുകൊള്ളൂ, എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം. സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇസ്ലാമിൽ. ആളുകളൊന്നും അമല് ചെയ്യാൻ തയ്യാറാകാത്തൊരു സമയത്ത് നമ്മൾ അമല് ചെയ്താൽ അള്ളാഹു ഏറെ നമ്മെ പരിഗണിക്കും, നമുക്ക് അള്ളാഹു ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകും. മറ്റൊരു ഹദീസ് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയാണ്, ഫഇന്ന മിൻ വറായിക്കും അയ്യാമാ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്ക് ചില ദിവസങ്ങൾ വരാനുണ്ട്. ചില ദിവസങ്ങൾ വരാനുണ്ട്. എൻ്റെ ഉമ്മത്തിൽ ചില ദിവസങ്ങൾ വരാനുണ്ട്. ആ ദിവസങ്ങൾ അസ്സബ്റു ഫീഹിന്ന മിഥ്ലുൽ ഖബളി അലൽ ജംരി. അന്ന് ദീനനുസരിച്ച് ക്ഷമയോടുകൂടെ ജീവിക്കുന്ന ഒരാളുടെ സ്ഥിതി ഉള്ളംകൈയിൽ ഒരു തീക്കനൽ മുറുകെ പിടിച്ചവൻ്റെ സ്ഥിതിയായിരിക്കും. അന്ന് ദീനനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ചില ദിവസങ്ങൾ എൻ്റെ ഉമ്മത്തിൽ സഹാബത്തെ നിങ്ങളിലേക്ക് വരാനുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലിൽ ആമിലി ഫീഹിന്ന മിസ്ലു അജ്രി 50 റജുലൻ യഅമലൂന മിസ്ല അമലിക്കും. അന്ന് അമൽ ചെയ്യുന്ന, അന്ന് ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളില്ലേ, അവർക്ക് നിങ്ങളിൽ 50 പേര് ചെയ്ത അതേ അമലിന്റെ പ്രതിഫലം അവരിൽ ഒരാൾക്ക് കിട്ടുന്നതാണ്. എന്താണ് പറഞ്ഞത്? സഹാബിമാര് 50 പേര് ചെയ്ത അമലിന്റെ പ്രതിഫലം ആ പരീക്ഷണം നിറഞ്ഞ കാലഘട്ടത്തിൽ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക്, അയാളുടെ അമലിന് സഹാബത്തിൽ നിന്ന് 50 പേര് ചെയ്ത പ്രതിഫലം അവരിൽ ഒരാൾക്ക് കിട്ടും. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്കൊരു സംശയം. അജ്റു 50 റജുലൻ മിന്നാ ഔ മിൻഹും, അവരിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലമാണോ അതോ ഞങ്ങളിൽപ്പെട്ട 50 പേരുടെ പ്രതിഫലമാണോ? ഖാല, അവിടുന്ന് പറഞ്ഞു, ലാ ബൽ അജ്റു 50 റജുലൻ മിൻകും, നിങ്ങളിൽപ്പെട്ട തന്നെ 50 പേര് ചെയ്ത അമലിന്റെ പ്രതിഫലം അന്ന് അവരിൽ ഒരാൾ ചെയ്താൽ അവരിൽ ഒരാൾ ചെയ്ത അമലുകൾക്ക് ലഭിക്കപ്പെടുന്ന പ്രതിഫലമായിരിക്കും. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്ക്. അപ്പോൾ പരീക്ഷണങ്ങൾ, അതേപോലെ ജനങ്ങൾ ശ്രദ്ധയില്ലാത്ത സമയം ഒക്കെ നമ്മൾ ആരാധനകൾ, ഇബാദത്തുകൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പരിഗണനയും പ്രതിഫലവും ലഭിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ശഅബാനിൽ സംഭവിച്ചത്. ജനങ്ങളെല്ലാം അശ്രദ്ധയിലാണ്, റമദാനിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അറിയാതെ ഒരു മാസത്തെ സംബന്ധിച്ച് അശ്രദ്ധരായി പോകുന്നു. ആ സമയത്ത് അമല് ചെയ്യുക എന്നത് പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ശഅബാനിൽ നാം ഒരിക്കലും അശ്രദ്ധരാകരുത്. കുറച്ചെങ്കിലും നോമ്പെടുക്കാൻ അതിന് കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ കാരണമോ, മനുഷ്യരുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണ്. അള്ളാഹുവിലേക്ക് നമ്മളുടെ അമലുകൾ ഉയർത്തപ്പെടുകയാണ്. ആ സമയത്ത് നമ്മുടെ അമലുകൾ സ്വീകരിക്കണ്ടേ? അള്ളാഹു നമ്മിൽ നിന്നത് കബൂൽ ചെയ്യണ്ടേ? അത് കബൂൽ ചെയ്യുമ്പോൾ ആ അമലിൻ്റെ ഉടമസ്ഥൻ നോമ്പുകാരനായിരിക്കെ അയാളുടെ അമലുകൾ റബ്ബിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ഒരുപക്ഷെ അള്ളാഹുവിങ്കൽ നിന്ന് അതിന് കൂടുതൽ പരിഗണന ലഭിച്ചേക്കാം. അതുകൊണ്ടൊരു നോമ്പുകാരനായ നിലക്ക് അമലുകൾ ഉയർത്തപ്പെടുക എന്നതും വളരെ ശ്രേഷ്ഠകരമാണ്. രണ്ടാമത്തെ കാരണമാണത്. മൂന്നാമത്തെ കാരണം എന്താണ്? അത്തംബ്രീനു അലസിയാമി റമളാൻ, ഇനി വരാനിരിക്കുന്ന റമളാൻ മാസത്തിലെ നോമ്പില്ലേ, ആ നോമ്പിനുള്ള ഒരു പരിശീലനവും കൂടെയാണ് ശഅബാൻ മാസത്തിലെ നോമ്പ്. കാരണം എന്താണെന്നറിയോ? ആയുസ്സിലെ ഏറ്റവും പ്രധാനമാണ് റമളാൻ. ഒരു റമളാൻ നമ്മിലേക്ക് സമാഗതമാവുകയും ആ റമളാനിൽ നോമ്പെടുക്കാൻ അവസരം കിട്ടുകയും അങ്ങനെ പുണ്യം ചെയ്ത് പാപമോചനം ലഭിക്കപ്പെട്ട് തൗബ സ്വീകരിക്കപ്പെട്ട് ശവ്വാലിലേക്ക് പ്രവേശിച്ച ആ പരമപരിശുദ്ധനായ മനുഷ്യൻ സ്വർഗത്തിൻ്റെ അവകാശിയാണ്, സ്വർഗത്തിൻ്റെ അഖിലുകാരനാണ്. അത്രയും വലിയ ഭാഗ്യം മറ്റൊന്നില്ല. അതുകൊണ്ട് റമളാനിലെ നോമ്പിനെ ശരിയായ നിലക്ക് അനുഷ്ഠിക്കുവാനും അതിൻ്റെ ദിനരാത്രങ്ങളെ ശരിയായ നിലക്ക് ഉപയോഗപ്പെടുത്തുവാനും അതിനുള്ളൊരു പരിശീലനവും കൂടിയാണ് ശഅബാനിലെ നോമ്പും സൽപ്രവർത്തനങ്ങളും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഈ നിലക്കുള്ള 3 കാരണങ്ങളാണ് സഹോദരങ്ങളെ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്നാലോ ഇതിനപ്പുറം ഈ മാസത്തെ സംബന്ധിച്ച് ഒന്നും പറയാൻ നമ്മളാളല്ല. കാരണം ഇതാണ് ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ഇതാണ്. എന്നാൽ ഇതിനു പുറമെ ഈ മാസത്തിൽ അല്ലാഹുവോ അവൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിക്കുകയാണ്. എന്തൊക്കെയാണ് ആ അനാചാരങ്ങൾ? ഏതൊക്കെയാണ് നാം ഒഴിവാക്കേണ്ട അനാചാരങ്ങൾ? ഇന്ന് സമൂഹം നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. ഈ മാസത്തിലെ 15-ാമത്തെ ദിവസം, ശഅബാൻ മാസത്തിലെ 15-ന് ബറാഅത്ത് രാവ് എന്ന് പേര് നൽകുകയും ആ ദിവസത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഇന്ന് സമൂഹം ചെയ്യുന്നു. പലപ്പോഴും ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ വിചാരിക്കുന്നത് ശഅബാൻ മാസത്തിലെ 15-ാമത്തെ ദിവസം ബറാഅത്ത് രാവ്, അന്നാണ് ഒരു വർഷത്തേക്കുള്ള ബജറ്റ് തീരുമാനിക്കപ്പെടുന്നത്, റിസ്ക് കണക്കാക്കപ്പെടുന്നത് എന്നൊക്കെ വിശ്വസിക്കുകയും വിചാരിക്കുകയും അങ്ങനെ പല രൂപത്തിലുള്ള അനാചാരങ്ങൾ ഇന്ന് നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള ആചാരങ്ങളാണ് ശഅബാൻ 15-നുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അനാചാരം, ശഅബാൻ 15-നൊരു പ്രത്യേകമായ നോമ്പ്. ആ നോമ്പിനുള്ള പേരോ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ ശഅബാൻ 15-ന് മാത്രമായി നോമ്പനുഷ്ഠിക്കുന്ന സമ്പ്രദായം ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് തെളിവില്ല, രേഖയില്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. എന്നാൽ എല്ലാ ഹിജറ മാസങ്ങളിലും അതിൻ്റെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. അത് ശഅബാനിൽ മാത്രമല്ല, ശവ്വാലിലും അതേപോലെ എല്ലാ അറബി മാസങ്ങളിലും ഹിജറ മാസങ്ങളിലും 13, 14, 15 ദിവസങ്ങളിൽ എന്താണ്? അയ്യാമുൽ ബീദാണ്, നോമ്പെടുക്കൽ സുന്നത്താണ്. ആ നിലക്കൊരാൾ നോമ്പെടുത്തപ്പോൾ യാദൃശ്ചികമായി ശഅബാൻ 15 വന്നു, അയാൾ ശഅബാൻ 15 നോമ്പെടുത്തു, അതിന് വിരോധമില്ല, അതിന് കുഴപ്പമില്ല. അത് അയ്യാമുൽ ബീദിൽപ്പെട്ട നോമ്പാണ്. സ്വാഭാവികമായും 13, 14, 15 നോമ്പെടുക്കുമ്പോൾ അത് ശഅബാൻ 15 വിടും, അതിന് വിരോധമില്ല. അതേപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ നോമ്പായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നോമ്പാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുക എന്ന്. ഇന്ന് നോമ്പെടുത്താൽ നാളെ നോമ്പ് ഉപേക്ഷിക്കുക, എന്നിട്ട് അടുത്ത ദിവസം നോമ്പെടുക്കുക, ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന രീതി ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ സുന്നത്താണ്. ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നോമ്പെടുക്കുമ്പോൾ യാദൃച്ഛികമായി ശഅബാൻ 15 വന്നാൽ ഇന്ന് ഞാൻ നോമ്പെടുക്കൂല എന്ന് പറയേണ്ടതില്ല, അയാൾക്ക് അന്ന് നോമ്പെടുക്കാം, അതിന് വിരോധമില്ല. ഇതൊന്നുമല്ലാതെ ഒരാൾ ശഅബാൻ 15 മാത്രമായി ബറാഅത്ത് നോമ്പാണെന്ന നിലക്ക് അന്ന് പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്താണ്, പുണ്യമാണ് എന്ന നിലക്ക് നോമ്പെടുക്കുകയും മറ്റുള്ളവരെ നോമ്പെടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏർപ്പാടില്ലേ, അത് അനാചാരമാണ്, ബിദ്അത്താണ്. ഇസ്ലാമിൽ അതിന് തെളിവില്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇസ്ലാമിൽ അതിന് തെളിവില്ല, അങ്ങനെ ഒരു പ്രത്യേക നോമ്പില്ല. ആ നോമ്പെടുക്കുന്ന ആളുകൾ അതിന് ആധാരമെന്ന നിലക്ക് അവർ അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. ഏതാണ് ആ ഹദീസ്? ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാന ഫഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. നോമ്പില്ലാന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ഹദീസ് ഓതി തരും. ചിലപ്പോൾ വാട്സപ്പിൽ നിങ്ങൾ ആരോടെങ്കിലും പറയാണ് ഞാൻ ശഅബാൻ 15 പ്രത്യേകമായിട്ടൊരു നോമ്പില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് പറയണെന്ത്? ഹദീസ് ഉണ്ടല്ലോ. ഏതാ ഹദീസ്? ഇദാ കാനത്തുൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിന്റെ 15 ഫഖൂമൂ ലൈലഹാ, അതിൻ്റെ രാവിൽ നിങ്ങൾ നിസ്കരിക്കണേ. വസൂമൂ നഹാറഹാ, അതിൻ്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരോട് പറയേണ്ടത് ആ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ ഇമാം ഇബ്നു മാജയാണ്. ഇബ്നു മാജയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഹദീസ് സ്വീകാര്യമല്ല, അത് മൗദൂആയ ഹദീസാണ്, കള്ള ഹദീസാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സ്വീകാര്യമല്ല, മുത്തു നേതാവിൻ്റെ മേൽ ആരോ കള്ളം കെട്ടിച്ചമച്ച ഹദീസാണ്. അതിൻ്റെ സനദ് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എത്തുന്നതല്ല. അങ്ങനെ പ്രവാചകന്റെ മേൽ എന്തൊക്കെ കള്ളം ആരൊക്കെ ആരോപിച്ചിട്ടുണ്ട്, മഹാന്മാരായ മുഹദ്ദിസുകൾ അതിൻ്റെ നിജസ്ഥിതി അവർ വേർതിരിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് സ്വീകാര്യമല്ലെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ അതിന് പല നിലക്കുള്ള മാനദണ്ഡങ്ങളും പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു മാനദണ്ഡവും പാലിക്കപ്പെടാത്ത ഒരു റിപ്പോർട്ടാണ് ശഅബാൻ 15 രാത്രി നിസ്കരിക്കണം, പകല് നോമ്പെടുക്കണം എന്ന് പറയുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് അത് സ്വീകാര്യമേ അല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ശഅബാൻ 15 പ്രത്യേകമായി ഒരു കർമ്മവുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസിൽ കാണാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിലില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ
ഒഴിവാക്കട്ടെ, അതിനെ തള്ളേണ്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബറാഅത്ത് രാവ് എന്ന പേരിലുള്ള രാവിനെയും അന്ന് ചെയ്യുന്ന അമലുകളെയും നമ്മളിതാ തള്ളുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. എന്നാലോ അയ്യാമുൽ ബീദിന്റെ നോമ്പെടുത്തോളിയും, ഒന്നിടവിട്ട നോമ്പ് ദാവൂദ് അലൈഹി സ്വലാമിന്റെ നോമ്പെടുത്തോളിയും, അതിനൊന്നും കുഴപ്പമില്ല. നോമ്പെടുക്കുന്ന നിലക്ക് യാദൃശ്ചികമായി ശഅബാൻ 15 വന്നാൽ അന്നും നോമ്പെടുത്തോ. പക്ഷേ അന്ന് പ്രത്യേകമായ നോമ്പില്ല, ബറാഅത്ത് നോമ്പില്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് തെളിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, ഇമാമിങ്ങൾ ചെയ്തിട്ടില്ല, ആരും അത് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കുന്നത്. ഇതാണ് ഒരു അനാചാരം. രണ്ടാമത്തെ അനാചാരം ഏതാണ്? ശഅബാൻ 15 രാവിൽ ഒരു പ്രത്യേക നിസ്കാരം. എന്താണ് ആ നിസ്കാരത്തിന്റെ പേര്? സ്വലാത്തുൽ അൽഫിയ. അൽഫിയ നിസ്കാരം എന്ന പേരിൽ ഒരു നിസ്കാരം. എന്താണ് ആ നിസ്കാരത്തിന്റെ രൂപം? 100 റക്അത്താണ് ആ നിസ്കാരത്തിന്. 100 റക്അത്ത് നിസ്കാരം. ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസിലെ ഓരോ റക്അത്തിലും 10 വീതം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. അങ്ങനെയുള്ള ഒരു നിസ്കാരം ഇന്ന് സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. പലരും അത് ചെയ്യാൻ പ്രോത്സാഹനം നൽകുന്നുണ്ട്. എന്നാൽ അതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ യാതൊരു തെളിവും ഇല്ല കേട്ടോ. ബാത്തിലായ നിസ്കാരമാണ്. നമ്മളല്ല പറയുന്നത്. ഇന്ന് കേരളത്തിൽ പലപ്പോഴും ഇതൊക്കെ കൊണ്ടാടുകയും ചെയ്യാൻ വേണ്ടി പറയുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് ഷാഫിഈ മദ്ഹബുകാരാണെന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകളാണ് ഇത് ചെയ്യാൻ വേണ്ടി പറയാറുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ ഈ നിസ്കാരത്തെ എതിർത്തിട്ടുണ്ട്, അത് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആല മഹാനായ പണ്ഡിതനാണ്. ആ പണ്ഡിതന്റെ അദ്ദേഹത്തിൻ്റെ ബഹുമതിയെ, അദ്ദേഹത്തിനുള്ള ആദരവിനെ, അദ്ദേഹത്തിനുള്ള മഹത്വത്തെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണിക്കുകയില്ല. ഇസ്ലാമിന് വലിയ സേവനം ചെയ്ത മഹാനാണ്. ആ മഹാന്മാരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിന് തെളിവില്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വഹീഹായ ഹദീസ് വന്നാൽ ഞങ്ങളുടെ മദ്ഹബ് അതാണ് കേട്ടോ എന്ന് പറഞ്ഞു വെച്ചവരാണ് അവരൊക്കെ. അവരെ ആരെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. മാത്രമല്ല ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ ഈ നിലക്ക് സമൂഹത്തിൽ പ്രചരിച്ച ഈ അനാചാരങ്ങളെ എതിർത്തിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ശിഷ്യനല്ലേ മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ. ഷാഫിഈ മദ്ഹബിലെ 2ാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നത് കേട്ടോ. ഈ നിസ്കാരത്തെക്കുറിച്ച് മഹാനവറുകൾ പറയുകയാണ്, അസ്സലാത്തുൽ മഅറൂഫ ബിസ്സലാത്തിർ റഗായിബി. സ്വലാത്തുർ റഗായിബ് എന്ന പേരിൽ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന നിസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്ന നിസ്കാരമില്ലേ, വഹിയ 12 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരം മഗ്രിബിനും ഇശാഇനും നിർവഹിക്കപ്പെടുന്നു. എപ്പോ? ലൈലത അവ്വൽ ജുമഅത്തിൻ മിൻ റജബിൻ, റജബ് മാസത്തിലെ ആദ്യത്തെ ജുമഅ ദിവസം നിർവഹിക്കപ്പെടുന്ന സ്വലാത്തുർ റഗായിബ് എന്ന പേരിലുള്ള 12 റക്അത്ത് നിസ്കാരം. അതേപോലെ വസ്സലാത്തു ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിലെ 15 രാവിൽ നിർവഹിക്കുന്ന നിസ്കാരം 100 റക്അത്ത് നിസ്കാരം. ഈ 2 നിസ്കാരങ്ങളില്ലേ, വഹാതാനി സ്വലാത്താനി, ഈ 2 നമസ്കാരങ്ങളും ബിദ്അത്താനി, അത് 2ഉം അനാചാരങ്ങളാണ്, ബിദ്അത്താണ്. വ മുൻകറത്താനി ഖബീഹത്താനി, അവ അങ്ങേയറ്റം വലിയ തിന്മയും മ്ലേച്ഛവുമാകുന്നു എന്നാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറഞ്ഞത്. ഈ നിസ്കാരല്ലേ, ഈ 2 നിസ്കാരങ്ങൾ, റജബ് മാസത്തിലെ 12 റക്അത്ത് നിസ്കാരം, അതേപോലെ തന്നെ ബറാഅത്ത് രാവിൽ എന്ന പേരിലുള്ള രാവിൽ രാത്രി നിർവഹിക്കപ്പെടുന്ന 100 റക്അത്ത് നിസ്കാരം, സ്വലാത്തുർ റഗായിബ് എന്ന പേരിലുള്ള ഈ നിസ്കാരങ്ങളില്ലേ, ബിദ്അത്താണെന്ന് മാത്രമല്ല വലിയ തിന്മയാണെന്നാണ് പറയുന്നത്, മ്ലേച്ഛമാണെന്നാണ് പറയുന്നത്. ആരെ? മഹാനായ ഇമാം നവവി. അത് ചെയ്താൽ അള്ളാന്റെ അടുക്കൽ കുറ്റം കിട്ടും, അത് ചെയ്താൽ മ്ലേച്ഛ പ്രവർത്തനമാണ്. എന്തേ കാരണം? അള്ളാഹുവിൻ്റെ റസൂല് അത് പഠിപ്പിച്ചിട്ടില്ല.
ഇത് നിങ്ങൾ പറയുമ്പോൾ, ഇത് നിങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ അപ്പം തെളിവ് കൊണ്ടുവരും. അപ്പം വാട്സപ്പിൽ നിങ്ങൾക്ക് വോയിസ് കേൾക്കാ. എന്ത്? മഹാനായ ആര്? മഹാനായ പണ്ഡിതൻ. ഏത് പണ്ഡിതൻ? ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഗ്രന്ഥകർത്താവ് ഇമാം ഗസാലി അദ്ദേഹത്തിന്റെ മഹത്തായ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഈ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഖൂത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലും ഈ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പലരിൽ നിന്നും മറുപടി കേൾക്കാം. അപ്പൊ സാധാരണക്കാർ വിചാരിക്കെന്താ? ഇഹ്യയിൽ പറഞ്ഞതല്ലേ, ഖൂത്തുൽ ഖുലൂബിൽ പറഞ്ഞതല്ലേ, അപ്പൊ അതിന് തെളിവുണ്ടാകും. സാധാരണക്കാരെ അങ്ങനെയാണ് പലരും വഞ്ചിക്കാറുള്ളത്. എന്നാൽ മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഒരുപക്ഷേ അവ രണ്ടും, ആ രണ്ട് നിസ്കാരത്തെക്കുറിച്ചും ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിലും ഖൂത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാലോ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നതിനാലോ ആ നിസ്കാരങ്ങൾ നിങ്ങളാരും ചെയ്യരുത്, അതിൽ നിങ്ങളാരും വഞ്ചിതരായി പോകരുത്. ഇമാം നവവി പറയാണ്, കാരണം എന്തെന്നോ, ആ രണ്ട് ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് വന്ന പരാമർശങ്ങൾ ബാത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾ കള്ള ഹദീസുകളാണെന്ന് മഹാനായ ഇമാം നവവി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു നിസ്കാരമില്ല, അത് ചെയ്യാൻ നിൽക്കണ്ട. അതാണ് ഈ മാസത്തിലെ അനാചാരങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇനിയോ ഈ മാസത്തിലുള്ള വേറെ അനാചാരങ്ങൾ എന്താണ്? ശഅബാൻ 15 രാവിൽ പ്രത്യേകം എണ്ണം പിടിച്ചുകൊണ്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യുക. എന്നിട്ട് എന്താ വിചാരിക്കുന്നത്? സൂറത്തു യാസീൻ, മരിച്ചുപോയവരുടെ ആത്മാക്കൾ അവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുമത്രേ. അത് ചിലപ്പോൾ ചില പ്രദേശങ്ങളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അനാചാരല്ലേ, പല നാട്ടിലും പല നിലക്കാണ്. തെളിവുണ്ടെങ്കിൽ എല്ലായിടത്തും ഒരേപോലെ ഉണ്ടാവുക. ഇത് പല നാട്ടിലും പല സ്ഥലത്തും പല കോലത്തിലാണ്. ചിലർ വിചാരിക്കുന്നത് എന്താണ്? മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കളൊക്കെ ശഅബാൻ 15 രാവിൽ അവരുടെ വീടുകളിലേക്ക് വരും. അതുകൊണ്ട് അവരുടെ ആത്മാക്കൾക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, ശാന്തി ലഭിക്കുന്നതിന് വേണ്ടി, അവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടുന്നതിന് വേണ്ടി സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നു. ചില ആളുകൾ ദീർഘായുസ് കിട്ടാൻ വേണ്ടി സൂറത്ത് യാസീൻ പാരായണം ചെയ്യും ശഅബാൻ 15. വേറെ ചില ആളുകൾ ശഅബാൻ 15 ആ രാവിലെ ഇശാ നിസ്കാരത്തിൽ പ്രത്യേകമായി സൂറത്തു യാസീൻ പാരായണം ചെയ്യും. സഹോദരങ്ങളെ, ഇതിനൊന്നിനും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഒരു രേഖയുമില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഒരു തെളിവില്ല. അതേപോലെ തന്നെ വേറെയും അനാചാരങ്ങളുണ്ട്, വേറെയും ഒരുപാട് അനാചാരങ്ങൾ. ശഅബാൻ 15 രാവിൽ പ്രത്യേകമായ നിസ്കാരങ്ങളുണ്ട് അല്ലേ? പ്രത്യേകമായ നിസ്കാരം നടത്തുന്ന ഒരു 6 റക്അത്ത് നിസ്കാരം, വല്ല തെളിവുണ്ട് ഇതിന്? 6 റക്അത്ത് നിസ്കാരം. അതേപോലെ തന്നെ ശഅബാൻ 15 ആഘോഷമുണ്ടാക്കുന്ന ആളുകളുണ്ട്. ശഅബാൻ 15 വന്നാല് ഭയങ്കര ആഘോഷങ്ങളാണ്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു. ശഅബാൻ 15 രാവിൽ മധുരം കൊടുത്തുകൊണ്ട് പ്രത്യേക ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. ബറാഅത്ത് രാവ് എന്ന് പേര് വെക്കുന്നു, ആഘോഷിക്കുന്നു. എവിടെയാണ് അതിന് രേഖയുള്ളത്, തെളിവുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് 3 ആഘോഷങ്ങൾ മാത്രമാണ്. ഇസ്ലാമിൽ 3 ആഘോഷങ്ങളാണുള്ളത്. ഏതാ 3 ആഘോഷങ്ങൾ? ഒന്ന് ഈദുൽ അദ്ഹ, മറ്റൊന്ന് ഈദുൽ ഫിത്ർ ആണ്. ഈ 2 ആഘോഷങ്ങൾ വർഷങ്ങളിൽ കടന്നു വരുന്നു. പിന്നെ ആഴ്ചയിൽ കടന്നു വരുന്ന ഒരു ആഘോഷമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം മുസ്ലിമീങ്ങൾക്കുള്ള ഒരു ഈദാണ്. ഇതല്ലാത്തൊരു ഈദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല, സഹാബത്ത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ദിവസം ആഘോഷിക്കരുത് നമ്മൾ. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആയുസ് വർദ്ധിക്കുന്നതിന് വേണ്ടി, അപകടങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി 15 രാവിൽ നിസ്കരിക്കുന്ന 6 റക്അത്ത് നിസ്കാരം, 6 റക്അത്ത് നിസ്കാരം ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ തെളിവില്ല. ഇതൊക്കെ ഈ സമൂഹത്തിലുള്ള അനാചാരങ്ങളാണ്. ഈ സമൂഹത്തെ അള്ളിപ്പിടിച്ചിരിക്കുന്ന അനാചാരങ്ങളാണ്. പലപ്പോഴും ഇതൊക്കെ കൊണ്ടാടാൻ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇത് അള്ളാഹുവിന്റെ റസൂല് ചെയ്തോ, സഹാബത്ത് ചെയ്തോ, ഇമാമുകൾ ചെയ്തോ എന്നൊന്നും പരിശോധിക്കാനുള്ള ഒരു മനസ്സ് പോലും കാണിക്കാതെ ഈ സമുദായത്തിന്റെ ശാപ്പാടും കൈമടക്കും അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പാവപ്പെട്ടവരായ ആളുകളെ
തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരം അനാചാരങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആളുകൾ എന്താണെങ്കിലും നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും എന്ന് മാത്രമാണ് ഇതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. അവർക്ക് വേണ്ടത് കൈമടക്കാണ്, അവർക്ക് വേണ്ടത് ശാപ്പാടാണ്. അത് കിട്ടിയാൽ മതി ഈ സമൂഹത്തിൽ നിന്ന് നേരായ നിലക്ക് ഈ ഉമ്മത്തിനെ ദീന് പഠിപ്പിക്കേണ്ടതിന് പകരം ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനാചാരങ്ങൾ പ്രചരിപ്പിക്കുകയും അതിൻ്റെ പ്രചരണത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്ന ആളുകളെ ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിവിധങ്ങളായ രൂപത്തിലുള്ള പണ്ടത്തെ നമ്മുടെ പൂർവികരായ മുസ്ലിമീങ്ങൾക്ക് പരിചിതമല്ലാത്ത പുത്തൻ അനാചാരങ്ങൾ ആധുനിക മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് പ്രചരിപ്പിക്കുന്നത് നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജാഗ്രത പുലർത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ചുരുക്കി പറയട്ടെ, ശഅബാൻ 15 ബന്ധപ്പെട്ട് ബറാഅത്ത് രാവെന്ന പേരും ഈ ബറാഅത്ത് രാവെന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രാവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഒരു കർമ്മവും ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. തെളിവില്ല. എന്നാൽ ഹദീസുണ്ടോ? ഹദീസുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസുകൾ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, ശഅബാൻ 15 ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന മുഴുവൻ ഹദീസുകളും എല്ലാം ഒന്നുകിൽ ദുർബലമായ റിപ്പോർട്ടുകളോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകളോ ആണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, യഥാർത്ഥത്തിൽ ശഅബാൻ 15 ബന്ധപ്പെട്ട ഈ അനാചാരങ്ങൾ എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കമുണ്ടായത്? അതിൻ്റെ ഈ അനാചാരത്തിൻ്റെ തുടക്കം ചരിത്രകാരന്മാർ പറയുന്നു ഷാമിൽ നിന്ന് തുടക്കം കുറിച്ചു. ഷാമിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ഈ അനാചാരം തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ തന്നെ അക്കാലഘട്ടത്തിൽ ഹിജാസിലുണ്ടായിരുന്ന മഹാനായ ഇമാം മാലിക്കിന്റെ അനുയായികളായ പണ്ഡിതന്മാർ, അവരടക്കമുള്ള മഹാന്മാരായ ഉലമാക്കൾ ഈ അനാചാരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മദ്ഹബിന്റെ 4 ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാമല്ലേ മഹാനായ മാലിക് റഹിമഹുല്ലാഹു തആല. അദ്ദേഹത്തിൽ നിന്ന് ദീന് പഠിച്ച ശിഷ്യന്മാരാകുന്ന പണ്ഡിതന്മാർ ഷാമിൽ നിന്ന് ഈ അനാചാരം തലപൊക്കിയപ്പോൾ അവര് ചോദ്യം ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഈ ശഅബാൻ 15 ഈ അനാചാരങ്ങൾ ഈ നിലക്കുള്ള കർമ്മങ്ങൾ ചെയ്യുക? എവിടെയാണ് ഇതിന് രേഖയുള്ളതെന്ന് ഇജാസിലെ പണ്ഡിതന്മാർ ചോദ്യം ചെയ്തിട്ടുണ്ട്, അതിനെ എതിർത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇതുമായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ എല്ലാം ദുർബലമായതോ കെട്ടിച്ചമക്കപ്പെട്ടതോ ആണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നോക്കൂ. മഹാനായ ഇമാം നവവിയുടെ ഗുരുനാഥൻ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഷാഫി മദ്ഹബിൽ 2ാം ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി, അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ, അതേപോലെ തന്നെ മാലിക്കി പണ്ഡിതനുമായ ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹു തആല, അദ്ദേഹം പറയാണ് ശഅബാൻ 15 ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും ഇതൊക്കെ സലഫികളുടെ വകയാണ്, അവര് പറയുന്നതാണ്, അവരാണ് സർവ്വ കർമ്മങ്ങളുടെയും ഇബാദത്തുകളെയും എതിർക്കുന്ന ആളുകൾ അവരാണ് എന്ന് പറഞ്ഞ് സലഫി ആദർശം ഉൾക്കൊണ്ട് യഥാർത്ഥ ദീനിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളെയെങ്കിലും നമുക്ക് സമൂഹത്തിൽ കാണാം. അതുകൊണ്ട് അവര് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഇതൊന്നും നമ്മൾ പറയുന്നതല്ല. മഹാനായ ഇമാം നവവിയുടെ ഗുരുനാഥനായ മാലിക്കി പണ്ഡിതനായ മഹാനായ അബൂ ശാമ റഹിമഹുല്ലാഹു തആല പറയാണ്, അദ്ദേഹം സയ്യിദ് ബിൻ അസ്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയാണ്, ലം അദ്രിക അഹദൻ മിൻ മശ്യഖതിനാ വലാ ഫുഖഹാഇനാ യൽതഫിതൂന ഇലാ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന. കേട്ടോ, നമ്മുടെ മത നേതാക്കളിൽ നിന്നോ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നോ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല യൽതഫിതൂന ഇലാ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 തിരിഞ്ഞു നോക്കുന്ന, ശഅബാൻ 15 ബന്ധപ്പെട്ട ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരൊറ്റ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെയും ഞാൻ കണ്ടിട്ടില്ല. വലം നുദ്രിക അഹദം മിൻഹും യദ്കുറു ഹദീസ മക്ഹൂലിൻ വലാ യറാ ലഹാ ഫദ്ലൻ അലാ മാ സിവാഹാ മിനൽ ലയാലി. മറ്റു ദിവസങ്ങളുടെ രാവിൽ നിന്ന് പ്രത്യേകമായി ശഅബാൻ 15 രാവിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന ഹദീസുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലും നമ്മുടെ പണ്ഡിതന്മാരെ നാം
നാം കണ്ടിട്ടില്ല എന്ന് മഹാനായ ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്തുന്നത്. കണ്ടില്ലേ ഈ അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, കേട്ടില്ലേ ഈ അനാചാരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, സലഫികൾ മാത്രമാണോ ഇതിനെ എതിർക്കുന്നത്? എത്രയെത്ര പണ്ഡിതന്മാർ. മഹാനായ ഉഖൈലി റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വഫിൻ നുസൂലി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന അഹാദീസു ഫീഹാ ലീൻ. ശഅബാൻ 15ന്റെ രാവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾക്ക് ദുർബലതയുണ്ടെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. മഹാനായ ഇമാം അബൂബക്കർ ബിനുൽ അറബി അൽ മാലിക്കി പണ്ഡിതനാണ്. അബൂബക്കർ ബിൻ അറബി പറയാണ്, ലൈസ ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഹദീസുൻ യുസാവി സിമാഅഹു. കേൾക്കാൻ പറ്റുന്ന സ്വഹീഹായ ഒരൊറ്റ ഹദീസും ശഅബാൻ 15ന്റെ രാവുമായി ബന്ധപ്പെട്ട് സ്വഹീഹായി വന്നിട്ടില്ലെന്ന് മഹാനവറുകൾ പറയുന്നു. മഹാനായ ഇമാം ഖുർത്തുബി ഇമാം ഖുർത്തുബി പറയുകയാണ്, ശഅബാൻ 15ന്റെ പോരിശയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരൊറ്റ ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. അതുകൊണ്ട് ഫലാ തൽതഫിതു ഇലൈഹാ, അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ആരെങ്കിലും ഉദ്ധരിക്കുന്നുവെങ്കിൽ അതിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. ഖുർത്തുബി ഇമാമ പറയുന്നത്. തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും കേട്ടോ, മഹാനായ ഹാഫിദ് അബുൽ ഖത്താബ് ഇബ്നു ദഹിയ അദ്ദേഹം പറഞ്ഞു, വലൈസ ഫീ ഹദീസ് ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ ഹദീസുൻ യസിഹു. സ്വഹീഹായ ഒരു ഹദീസും വന്നിട്ടില്ല. മാത്രമല്ല മഹാനായ അല്ലാമത്തു ശാം ജമാലുദ്ദീനുൽ ഖാസിമി പറയുകയാണ്, എന്താ പറഞ്ഞത്? ലൈസ ഫീ ഫദ്ലി ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാന ഹദീസുൻ യസിഹു. ശഅബാൻ 15ന്റെ പോരിശ പറയുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല ജനങ്ങളെ എന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ ഇമാം മുബാറക് ഫൂരി, അതേപോലെ തന്നെ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഈ ദിവസത്തിൽ നടക്കുന്ന അനാചാരങ്ങളെ ശക്തമായി എതിർത്തവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരുടെയെങ്കിലും ഈ നിലക്കുള്ള വാക്കുകൾ കേട്ട് വഞ്ചിതരായി പോകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കുറ്റം കിട്ടും. അവൻ പഠിപ്പിക്കാത്ത നിലക്ക് ദീനിൽ പുതിയ കർമ്മങ്ങൾ ആരെങ്കിലും ആചരിച്ചാൽ, അന്ന് നോമ്പെടുക്കാൻ തീരുമാനിച്ചാൽ അത് കുറ്റകരമാണെന്ന് മഹാനായ ഇമാം നബവി റഹിമഹുല്ലാഹു തആല പറഞ്ഞില്ലേ, അന്ന് നിസ്കരിച്ചാൽ കുറ്റം കിട്ടുമെന്ന്. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ ഉള്ളതേ ചെയ്യാവൂ. ശഅബാനിൽ എന്നും നോമ്പെടുക്ക. എന്തിനാ അന്നത്തെ ഒരു ദിവസം പ്രത്യേകമാക്കുന്നത്? അതിന് തെളിവ് വേണ്ടേ? പ്രത്യേകമാക്കണമെങ്കിൽ തെളിവ് വേണം. അപ്പൊ തെളിവില്ലാതെ വരുമ്പോ അല്ലേ, എല്ലാ ഹദീസുകളും ദുർബലമാണ്, പച്ചക്കള്ളമാണെന്ന് പറയുമ്പോ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്തൊരു രാവ് ഈ സമൂഹത്തിൽ ആചരിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ എന്തു ചെയ്യുന്നറിയോ? പലപ്പോഴും പണ്ഡിതന്മാർ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഖുർആനും സുന്നത്തൊന്നും പഠിപ്പിക്കാത്ത രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുമ്പോൾ ആളുകൾ ഏതാണെങ്കിലും അത് ഉൾക്കൊള്ളൂല. അതുകൊണ്ട് പാമരജനങ്ങളുടെ മേൽ ഇങ്ങനെ ഒരു രാവുണ്ടെന്ന് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി സാധാരണ നടത്തുന്ന ഒരു തട്ടിപ്പുണ്ട്. അതെന്താണെന്നറിയങ്ങള്? ഖുർആനിൽ തന്നെ ബറാത്ത് രാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബറാത്ത് രാവിന്റെ മഹത്വം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. അതിനുവേണ്ടി അവർ ഓതാറുള്ള ആയത്തുകൾ ഏതാണെന്നറിയുമോ? ഞാൻ ആമുഖമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച വചനങ്ങൾ, സൂറത്തു ദുഖാനിലെ ആദ്യ വചനങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ 2-3 വചനങ്ങൾ. എന്താണ് ആ വചനങ്ങൾ എന്ന് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിക്കാം. അല്ലാഹു പറയാണ്, ഹാമീം വൽ കിതാബിൽ മുബീൻ. വൽ കിതാബിൽ മുബീൻ. ഹാമീം എന്ന് പറഞ്ഞ അക്ഷരങ്ങളുടെ, കേവലാക്ഷരങ്ങളുടെ അർത്ഥം നമുക്കറിയില്ല. വൽ കിതാബിൽ മുബീൻ, സ്പഷ്ടമായ ഈ ഗ്രന്ഥം തന്നെയാണ് സത്യം. ഖുർആനിനെ സത്യം ചെയ്ത് പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അനുഗ്രഹീതമായ ഒരു രാവിലാണ് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ അനുഗ്രഹീത രാവേതാണെന്നോ? ഫീഹാ യുഫറഖു കുല്ലു അംരിൻ ഹകീം. ആ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും യുക്തിപൂർണമായ നിലക്ക് വേർതിരിക്കപ്പെടുന്ന രാവാണ് ആ രാവ് എന്ന് പറയുന്നു സൂറത്തു ദുഖാനിൽ. എന്നിട്ട് ചില ആളുകൾ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ശഅബാൻ 15ന്റെ പോരിശ കേൾക്കണോ? ബറാത്ത് രാവിന്റെ പോരിശ കേൾക്കണോ? സൂറത്തു ദുഖാനിന്റെ ആദ്യം പറഞ്ഞ ഈ
അനുഗ്രഹീതമായ രാവില്ലേ, ആ രാവാണ് ശഅബാൻ 15 എന്ന രാവ്. അന്നാണ് ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് അന്ന് നോമ്പെടുത്തോ, അന്ന് നിസ്കരിച്ചോ, അന്ന് ആഘോഷിച്ചോ എന്ന് ജനങ്ങളോട് പറയുകയും പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് കൂടെ നിങ്ങളെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, എന്നാ ഖുർആൻ ഇറങ്ങിയത്? ഏതൊരു കുട്ടിക്കും അറിയണ കാര്യമില്ലേ? റമളാൻ മാസത്തിലാണ്. റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടോ ഇസ്ലാമിൽ? എന്നിട്ട് ഇവർ പറയാണ്, അല്ല ശഅബാൻ 15 ഖുർആൻ ഇറങ്ങിയത്. അന്നത്തെ രാവാണ് പോരിശയാക്കപ്പെട്ട രാവ്, അതാണ് ബറാഅത്ത് രാവ് അല്ലേ? ആരോടാണ് ഇവർ പറയുന്നത്? അല്ല പറഞ്ഞതല്ലേ എന്നാ ഖുർആൻ ഇറങ്ങിയത് എന്ന്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. സൂറത്തുൽ ബഖറയിൽ ഏത് രാവിലാണ് അത് ഇറങ്ങിയതെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം അതിനെ ഇറക്കിയത്. ഇറക്കിയ രാവും അല്ല പറഞ്ഞില്ലേ? ലൈലത്തുൽ ഖദർ ശഅബാനിലാണോ അതോ റമളാനിലാണോ? ചോദിക്കണം ഇത് പറയുന്നവരോട്. ലൈലത്തുൽ ഖദർ റമളാൻ മാസത്തിലല്ലേ? അപ്പൊ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ എന്ന നിർണയ രാത്രിയിൽ, അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. അപ്പൊ സൂറത്തു ദുഖാനിന്റെ തുടക്കത്തിൽ പറഞ്ഞ അനുഗ്രഹീതമായ രാവ് ഏതാണ്? അതാണ് ആ അനുഗ്രഹീതമായ രാവ്. ലൈലത്തുൽ ഖദർ എന്ന രാവിനെ കുറിച്ചാണ് അവിടെ ലൈലത്തും മുബാറക എന്ന് പറഞ്ഞത്. അതല്ലാതെ ശഅബാൻ 15 ശഅബാൻ 15 ഖുർആൻ ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഭീമാ അബദ്ധമാണ് പറയുന്നത്. ലോകത്ത് ഈ ആയത്തുകളുടെ തഫ്സീർ നൽകിയ പണ്ഡിതന്മാര് പറഞ്ഞു വെച്ച അഭിപ്രായങ്ങൾക്ക് എതിരാണത്. മുസ്ലിം ലോകം മനസ്സിലാക്കിയതിന് എതിരാണത്. വളരെ കൃത്യമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, എന്തിനേറെ ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ അവരുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തഫ്സീറാണ് തഫ്സീർ ജലാലൈനി. ആ തഫ്സീർ ജലാലൈനിയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ജമലുണ്ട്, സാവിയുണ്ട്. എടുത്തു പരിശോധിക്കട്ടെ. ആ ജമലിലും സാവിയിലും നമുക്ക് കാണാം അവിടെ ലൈലത്തുൽ മുബാറക എന്ന് പറഞ്ഞത് ലൈലത്തുൽ ഖദറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർവ്വ തഫ്സീറുകളിലുമുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ്. തഫ്സീർ ഇബ്നു കസീർ നോക്കട്ടെ, തഫ്സീർ തൊബരി നോക്കട്ടെ, തഫ്സീർ ബൈലാവി നോക്കട്ടെ. തഫ്സീർ ഇബ്നു കസീറിൽ തന്നെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, വമൻ ഖാലഹാ, ആരെങ്കിലും പറഞ്ഞു, ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ലൈലത്തുൽ മുബാറക എന്ന് സൂറത്തു ദുഖാനിൽ പറഞ്ഞില്ലേ, അത് ശഅബാൻ 15 രാവാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് അബ്അദൻ നജ്ആ, അവൻ സത്യത്തിൽ നിന്ന് വളരെ വഴിദൂരം അകലെയാണ്, അവൻ വഴിപിഴച്ചു പോയിട്ടുണ്ട്. ഫഇന്ന നസ്സൽ ഖുർആൻ അന്നഹാ ഫീ റമളാൻ, ഖുർആനിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനം ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞിട്ട് പിന്നെ അത് ശഅബാൻ 15 വ്യാഖ്യാനിച്ചാൽ അവൻ സത്യത്തിൽ നിന്ന് വഴിദൂരം അകലെയാണെന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. സഹോദരങ്ങളെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ രസമുണ്ട്. ശഅബാൻ 15 പ്രത്യേകതക്ക് ബറാത്ത് രാവിൻ്റെ മഹത്വത്തിന് ഖുർആൻ ഓതുന്ന ആളുകൾ അവർ കുറച്ച് പരിഭാഷകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ പരിഭാഷ പോലും ഇവരുടെ ഈ കള്ളത്തരം പൊളിക്കുന്നു എന്നതാണ് സത്യം. ഞാൻ ചില പരിഭാഷകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് ഫത്ഹുൽ അലീം ഫി തഫ്സീറിൽ ഖുർആൻ എന്ന പേരിൽ പിന്നെ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായ ഒരു തഫ്സീറുണ്ട്, ഒരു പരിഭാഷ ഉണ്ട് കേരളത്തിൽ. അതാരെന്നറിയോ? തിരൂരങ്ങാടി ഖാദി ബഹുമാന്യനായ അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ. അബ്ദുറഹ്മാൻ മഖ്ദൂമി രചിച്ച ഫത്ഹുൽ അലീം ഫി തഫ്സീറിൽ ഖുർആൻ എന്ന പരിഭാഷ, ആ പരിഭാഷയിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദറാണ് ആ അനുഗ്രഹീത രാത്രി എന്ന് ഖുർആൻ കൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇതേ പരിഭാഷയിൽ തന്നെ പറയാണ്, റമളാൻ മാസത്തിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് ഖുർആൻ അവതരിച്ചതെന്ന് സൂറത്തു ദുഖാനിലും പറയുന്നു. അത് റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറാണെന്ന്
അബ്ദുറഹ്മാൻ മഖ്ദൂമി തൻ്റെ പരിഭാഷയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. തള്ളാൻ കഴിയോ? ഇനിയും കേട്ടോ നിങ്ങൾ, ഇനിയും കേട്ടോ. വേറെ തഫ്സീറുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഫതുഹുർ റഹ്മാൻ ഫി തഫ്സീരിൽ ഖുർആൻ എന്ന പരിഭാഷയിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കട്ടെ. മറ്റൊരു പരിഭാഷയാണ്. ഏതാ ഞാൻ ആദ്യം വായിച്ചത്? അതേ പരിഭാഷയിൽ തന്നെ നിങ്ങൾ കേട്ടോ. അനുഗ്രഹീത രാത്രിയെ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അനുഗ്രഹീത രാത്രി എന്നാൽ റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദർ എന്നാകുന്നു ബഹുഭൂരിപക്ഷം ഇമാമുകളും പ്രസ്താവിച്ചിട്ടുള്ളത്. ഖുർആൻ അവതരിപ്പിച്ചത് റമദാനിലാണ്. സൂറത്തുൽ ബഖറയിലും ലൈലത്തുൽ ഖദറിലാണെന്ന് സൂറത്തുൽ ഖദറിലും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് കേട്ടോ, ലൈലത്തുൽ ഖദർ റമദാനിലാണെന്ന് പ്രബലങ്ങളായ പല നബി വചനങ്ങളാലും സ്ഥിരപ്പെട്ടതാണ്. ഇതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന തെളിവ്. ഈ അഭിപ്രായമാണ് ശരിയെന്നാണ് ഇബ്നു ജരീർ പ്രസ്താവിക്കുന്നത്. ശഅബാൻ മാസത്തിലെ 15-ാം രാവാണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് സ്വീകാര്യമായ തെളിവൊന്നും താൻ കണ്ടിട്ടില്ലെന്ന് അല്ലാമ നൈസാബൂരി ഖറായിബുൽ ഖുർആൻ എന്ന തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് തഫ്സീറിലാ, പരിഭാഷയിലുള്ളത്? ഫതുഹുർ റഹ്മാൻ ഫി തഫ്സീരിൽ ഖുർആൻ എന്ന പരിഭാഷയിൽ നിന്ന്, ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുടെ പരിഭാഷയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനിയും എത്രയോ പരിഭാഷ നമുക്ക് കാണാം. ഫതുഹുർ റഹ്മാൻ എന്ന പരിഭാഷയിൽ KV കൂറ്റനാട് മുസ്ലിയാരുടെ പരിഭാഷയിൽ നമുക്ക് കാണാം. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന വാക്കിന് നിർണയത്തിൻ്റെ രാത്രി എന്നാണ്, ബഹുമാനത്തിൻ്റെ രാത്രി എന്നും അർത്ഥം പറയാം. സൂറത്തു ദുഖാൻ ഈ രാത്രിയെക്കുറിച്ചു തന്നെയാണ് ലൈലത്തുൽ മുബാറക, അനുഗ്രഹീത രാത്രി എന്ന് പറഞ്ഞത്. ധാരെഴുതിയത് കൂറ്റനാട് മുസ്ലിയാരുടെ പരിഭാഷ വായിച്ചത്. അപ്പൊ സഹോദരങ്ങളെ, സ്വന്തം പരിഭാഷകൾ പോലും തങ്ങളുടെ ഈ കളവിനെ ന്യായീകരിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരുപാട് തെളിവുകളുണ്ട് എൻ്റെ അടുത്ത്, ഒരുപാട്. സമസ്തയുടെ നേതാവ് KT മാനു മുസ്ലിയാർ സൂറത്തു ദുഖാനിലെ ഈ ആയത്തിനെ വിശദീകരിച്ച് തെളിവെൻ്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലൈലത്തുൽ മുബാറക എന്താണെന്ന് വിശദീകരിച്ചത് എൻ്റെ കയ്യിലുണ്ട്. ദീർഘമാണ്, ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് ഈ നിലക്കുള്ള പ്രവൃത്തികളെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കരുത്. മറിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് തെളിവ് വേണം. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സംഘടനയെ എതിർക്കുകയോ ഏതെങ്കിലും ഒരു സംഘടനയെ ന്യായീകരിക്കുകയോ നമ്മുടെ പക്കൽ അങ്ങനെ ഒരു സമീപന രീതിയില്ല. നമുക്ക് ഏറ്റവും കൂറ് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും, അത് മനസ്സിലാക്കിയ സഹാബാക്കളോടും. അവർ ചെയ്ത എല്ലാ ആചാരങ്ങളും നമ്മൾ ചെയ്യും. അവർ ചെയ്ത് കാണിച്ചു തരാത്ത ഒരു അനാചാരങ്ങളും അതല്ലെങ്കിൽ അവർ മാതൃക കാണിക്കാത്ത ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യൂല. എന്തിനാണ് നമ്മളങ്ങനെ ചെയ്യാതിരിക്കുന്നത്? പരലോകത്ത് നമ്മൾ കുറ്റക്കാരായി തീരാതിരിക്കാൻ. കാരണം ഹൗദുൽ കൗസറിൽ നിന്നുള്ള വെള്ളം പോലും നിഷേധിക്കപ്പെടും. ആർക്ക്? ബിദ്അത്ത് ചെയ്തവന്. അല്ലാഹുവിൻ്റെ റസൂല് ഹൗദുൽ കൗസറിൽ നിന്ന് ദാഹജലം നൽകും നാളെ പരലോകത്ത്. തേനിനേക്കാൾ മധുരമാണത്, പാലിനേക്കാൾ വെളുത്തതാണത്, 1 മാസം സഞ്ചരിക്കാൻ മാത്രം വലുപ്പമുള്ളതാണ് ഹൗദ്. ആ ഹൗദിൽ നിന്ന് ഒരു പ്രാവശ്യം കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ല. ആ സുന്ദരമായ പാനീയം ബിദ്അത്തുകൾ ചെയ്തവർ നിഷേധിക്കപ്പെടുമെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ബേജാറാണ്. പരലോകത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? അതുകൊണ്ട് ശരിയായ നിലക്ക് സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു കർമ്മങ്ങളും നമ്മൾ ചെയ്യൂല. മറിച്ച് സ്ഥിരപ്പെട്ടത് തന്നെ ധാരാളമുണ്ട് അല്ലേ? നോമ്പെടുക്കാൻ പൂതിയുള്ളവർ നോമ്പെടുത്തോട്ടെ, ശഅബാനിൽ ഇഷ്ടം പോലെ നോമ്പെടുക്കട്ടെ. ആ ദിവസം പ്രത്യേകമാക്കേണ്ടതില്ല. അന്നത്തെ രാവിലെ ഒരു പ്രത്യേക നിസ്കാരമില്ല. വേറെന്തൊക്കെ നിസ്കാരമുണ്ട്? നിസ്കരിക്കാൻ തോന്നുന്നവന്, പൂതിയുള്ളവൻ, ആഗ്രഹമുള്ളവന് രാത്രി ജീവിപ്പിക്കട്ടെ, രാത്രി നിസ്കരിക്കട്ടെ, എല്ലാ രാത്രികളിലും നിസ്കരിക്കട്ടെ. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത അനുഗ്രഹീതമായ സ്വർഗമാണ് രാത്രികാലങ്ങളിൽ കിടപ്പറകളിൽ നിന്ന് എഴുന്നേറ്റ് രാത്രിയെ ജീവിപ്പിച്ച് നമസ്കരിക്കുന്നതിനുള്ള പ്രതിഫലമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. എന്താ അതാരും ചെയ്യാത്തത്? എന്താ അതിനാർക്കും താല്പര്യമില്ലാത്തത്? പിന്നെന്താ ഒരു 100 റക്അത്ത് നിസ്കാരത്തിൻ്റെ പിന്നാലെ? അതുകൊണ്ട് ഇബ്ലീസ് എപ്പോഴും സ്ഥിരപ്പെടാത്തതിൻ്റെ പിന്നാലെ പോകാനാണ് നമുക്ക് പ്രേരണ നൽകുക. ഇബ്ലീസിന് അതാ വേണ്ടത്, തെളിവില്ലാത്തത് ചെയ്ത് നരകത്തിലേക്ക് പോകണ ആളുകൾ. അതുകൊണ്ട് അത്തരം ഒരു അപകടം
നമുക്ക് വരാതിരിക്കാനാണ് ഇന്നത്തെ ദിവസത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. സർവ്വലോക പരിപാലകനായ നാഥൻ അവൻ്റെ ദീനിനെ ശരിയായ നിലക്ക് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.